നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. കാഞ്ഞാണി പെരുമ്പുഴ ചാലിന് മുകളിലെ 1-ാം നമ്പർ പാലത്തിൽ വിള്ളൽ. മരണവീട്ടിൽ ആക്രമണം നടത്തിയ യുവതികളടക്കം 3 പേർ അറസ്റ്റിൽ. വാടനപ്പള്ളി MLA വളവിന് സമീപം അതിരൂക്ഷമായ വെള്ളക്കെട്ട്. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി പെരുമ്പുഴ ചാലിന് മുകളിലൂടെ പോകുന്ന 1-ാം നമ്പർ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. ബലക്ഷയം മൂലം 4 വർഷം മുമ്പ് പുതുക്കി പണിത പാലത്തിൽ നെടുകയും കുറുകയുമാണ് രണ്ടിടത്ത് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. വാഹനങ്ങൾ ഇടതടവില്ലാതെ ചീറിപ്പായുന്ന സംസ്ഥാന പാതയിലാണ് 1 കിലോമീറ്റർ നീളമുള്ള പെരുമ്പുഴ പാടശേഖരം. പാടശേഖരങ്ങളിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്ന ചാലുകൾക്കു മീതെയായി 2 പാലങ്ങളുമുണ്ട്. 4 വർഷം മുമ്പ് ബലക്ഷയം വന്നതിനെ തുടർന്ന് 60 ലക്ഷത്തിൽ പരം രൂപ ചിലവിലാണ് പാലം പുനർനിർമ്മിച്ചത്. ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന ഗർഡറുകൾ ഉപയോഗിച്ചാണ് അന്ന് പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. വീണ്ടും പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതോടെ യാത്രക്കാർ ആശങ്കയിലാണ്. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. പിതാവിന്റെ മൃതദേഹം കാണിക്കാത്ത വൈരാഗ്യത്തിൽ വീട് കയറി ആക്രമണം നടത്തിയ യുവാവും സഹായികളായ 2 യുവതികളും അറസ്റ്റിലായി. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. ചാമക്കാല പറൂപ്പനയ്ക്കൽ ഷിബിൻ, കരയാമുട്ടം ചിക്കവയലിൽ സ്വാതി, വലപ്പാട് ഇയാനി ഹിമ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ നാട്ടിക തലശ്ശേരി സുധീറിന്റെ വീട്ടിലാണ് പ്രതികൾ അക്രമം കാണിച്ചത്. സുധീർ, സഹോദരൻ സുബൈർ, പ്രതിയായ ഷിബിന്റെ സഹോദരി ഷിബിന എന്നിവരെയാണ് ആക്രമിച്ചത്. ഷിബിന്റെ പിതാവ് നൌഷാദ് ജൂൺ 18-ന് രാത്രി 7:30യോടെ ചാമക്കലയിലെ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഷിബിനെ മൃതദേഹം കാണിക്കരുതെന്ന് നൌഷാദ് പറഞ്ഞിരുന്നുവത്രേ. വീട്ടിൽ സൗകര്യമില്ലാത്തതിനാൽ നൌഷാദിന്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനായ സുധീറിന്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവന്നത്. രാത്രി 11 മണിയോടെ പ്രതികൾ സുധീറിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഷിബിനെ നൌഷാദിന്റെ മൃതദേഹം കാണുവാൻ വീട്ടുകാർ സമ്മതിക്കാത്തതിനെ തുടർന്നാണ് സുധീറിനെയും സുബൈറിനെയും ഷിബിനെയെയും ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഷിബിൻ വലപ്പാട് സ്റ്റേഷനിൽ 2024 രജിസ്റ്റർ ചെയ്ത കവർച്ച കേസിൽ മറ്റ് പ്രതികളായ സ്വാതിയുടെയും ഹിമയുടെയും കൂട്ടുപ്രതിയായിരുന്നു. മറ്റൊരു കവർച്ച കേസിലും ഇയാൾ പ്രതിയാണ്. സ്വാതിയെയും ഹിമയെയും കാപ്പ പ്രകാരം 6 മാസം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി ഒപ്പുവെക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇവർ കവർച്ച കേസിലും വീട് കയറി ആക്രമിച്ച കേസിലും പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു. വലപ്പാട് SHO MK രമേശ്, സബ് ഇൻസ്പെക്ടർ PG സദാശിവൻ, പ്രൊബേഷൻ SI ജിഷ്ണു, ഡ്രൈവർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ചഞ്ചൽ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ സിജി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വായനാ വാരാചരണത്തോടനുബന്ധിച്ച് വായനയുടെയും തൽഫലമായുള്ള ചിന്തയുടെയും പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ഭൂപടം ഒരുങ്ങി. ലോകചരിത്ര ആരംഭഘട്ടം മുതൽ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വരെയുള്ള വിജ്ഞാന ശാഖകളെ പരിചയപ്പെടുത്തുന്ന വായനാ സാമഗ്രികളുടെ പ്രദർശനമാണ് ക്ലാസ് മുറികളിൽ സംഘടിപ്പിച്ചത്. കാഴ്ചയുടെ ലോകത്തും വായനയിലൂടെ ആർജിക്കേണ്ട ആശയങ്ങളെക്കുറിച്ചും ചിന്താശേഷിയെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വായനാ ഭൂപടമെന്ന് പേരിട്ട പ്രദർശനം എഴുത്തുകാരനായ ഡോക്ടർ ജോയ് പോൾ ഉദ്ഘാടനം ചെയ്തത്. പ്രതിവാര പുസ്തക പരിചയമായ വായനോദ്യാനം പരിപാടി പ്രിൻസിപ്പൽ സിന്ധു S ഉദ്ഘാടനം ചെയ്തു. ശിഷ്മ പ്രശാന്ത്, E പ്രസാദ്, ജയപ്രകാശ്, TP കാവ്യ, ശ്രീകാന്ത്, ആദിലക്ഷ്മി, കൃഷ്ണകൃപ, അൽമാസ്, ആദിയ എന്നിവർ സംസാരിച്ചു. മഴക്കാലത്ത് നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ വീടിൻ്റെ മേലയിൽ ഒരു ഓപ്പണായിട്ട് ഒരു ടാങ്ക് വെച്ചിട്ട് അതിൽ നമ്മൾ വെള്ളം കളക്ട് ചെയ്യാം. ആ കണക്ഷൻ വേറൊരു ടാങ്കിലേക്ക് കൊടുക്കുക. ആ ടാങ്കിൽ കല്ല്, കരി ഇത് രണ്ടും ഇട്ടിട്ട് അതിലേക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ മെയിൻ ടാങ്കിലേക്ക് അല്ലെങ്കിൽ കിണറിലേക്കോ കണക്ഷൻ കൊടുത്തിട്ട് അത് നമ്മുടെ പിന്നെ വേറെ ടാങ്കിലേക്ക് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ടാങ്കിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഇതേതൊരു സ്ലോട്ട് എടുത്തിട്ട് ഏത് പോയിട്ടാണ് നമ്മൾ ഇതിൽ കാണും. എന്നിട്ട് ഈ പോയിന്റ്സ് വായിച്ചിട്ട് ഈ എന്താ പറയുക പോയിട്ട് പോയമേത്
കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഈ വർഷത്തെ വായനാ ദിനം വായനാ ഭൂപടം 2025 എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. 5 അടിയോളം ഉയരമുള്ള പുസ്തക മാതൃക തുറന്നുകൊണ്ടാണ് ഈ വർഷത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 8 വിവിധ ബാച്ചുകൾ 8 വിവിധ തീമുകൾ നൽകിക്കൊണ്ട് വിനോദത്തിലൂടെയും വിജ്ഞാനത്തിലൂടെയും ഉള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചുകൂടിയാണ് വിദ്യാർത്ഥികൾ പരിപാടി നടത്തിയത്. CPM നേതാവായിരുന്ന KV പീതാംബരന്റെ അനുസ്മരണ ദിനം ആചരിച്ചു. നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് KV പീതാംബരന്റെ വസതിക്ക് സമീപമുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. വൈകിട്ട് CPM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, നേതാക്കളായ PM അഹമ്മദ്, KA വിശ്വംഭരൻ, KR സീത, പീതാംബരന്റെ ഭാര്യ സരസു തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശികതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെയൊന്നും നിരാകരിച്ചുകൊണ്ടല്ല ഇന്ത്യ എന്ന മഹാരാജ്യം നിലനിൽക്കുന്നത്. ആ വൈവിധ്യങ്ങളുടെ ഏകത്വമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ വൈവിധ്യങ്ങളെ തകർത്തുകൊണ്ട് വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നു. മറ്റെല്ലാ പ്രാദേശിക ഭാഷകൾക്ക് മുകളിൽ ഹിന്ദി, എല്ലാറ്റിനും മുകളിൽ ഒരു നേതാവ്, ഒരു പാർട്ടി, ഏകാധിപത്യപരമായിട്ടുള്ള നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യം നേരിടുകയാണ്. എല്ലാ മേഖലയിലും നമ്മുടെ മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത സാമ്രാജ്യ വിരുദ്ധതയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെ നാം നേടിയ ഈ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇമ്പീരിയലിസത്തിനെതിരെ നാം ഉയർത്തിപ്പിടിച്ച സമീപനങ്ങളായിരുന്നു. CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് മതിലകത്ത് തുടക്കമായി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനം ജന്മശതാബ്ദി സമ്മേളനത്തോടെയാണ് തുടക്കം കുറിച്ചത്. മതിലകം സാൻജോ കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച ജന്മശതാബ്ദി സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, BA കൊച്ചുമൊയ്തീൻ, TN തിലകൻ, BS കൃഷ്ണകുമാർ, സോമൻ താമരക്കുളം, AITUC മണ്ഡലം സെക്രട്ടറി PK റഫീഖ്, ഗീതാ പ്രസാദ്, പ്രസിഡന്റ് സുവർണ ജയശങ്കർ, KA അഖിലേഷ്, KA ഷിഹാബ്, KM അനോഖ്, സണ്ണി മാധവ് എന്നിവർ സംസാരിച്ചു. നേരത്തെ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും വന്ന 100 ജാഥകളുടെ സംഗമം നടന്നു. മതിലകം സെന്ററിൽ നിന്നും ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ ആ ചരിത്രം നാം നിരന്തരം ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കാരണം ചരിത്ര നിരാസത്തിൻ്റെ ഒരു കാലമാണ്. ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി യഥാർത്ഥ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് പുതിയൊരു ചരിത്ര നിർമ്മിതി, കൃത്രിമമായൊരു ചരിത്ര നിർമ്മിതി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര വസ്തുതകൾ, അതിൻ്റെ സത്യമായ അതിൻ്റെ പിന്നാമ്പുറങ്ങളെല്ലാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം.
Manapuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ന് ലോക സംഗീത ദിനമാണ്. പാട്ടുകൾ കൊണ്ട് അരങ്ങുവാഴുന്ന സംഗീത കുടുംബത്തെയാണ് ഈ ലോക സംഗീത ദിനത്തിൽ പരിചയപ്പെടുത്തുന്നത്. നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകുടന്ന നിറയെ തിരുമധുരം തരും. പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ, നാടൻ പാട്ടുകൾ പാടി അരങ്ങ് തകർക്കുന്ന അമ്മ, റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവഗായകനായ മകൻ. എടത്തിരുത്തിയിലെ 3 അംഗ സംഗീത കുടുംബത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ്. സംഗീതത്തെ ജീവന തുല്യം സ്നേഹിക്കുകയാണ് ഈ 3 പേരും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനും ഗായകനുമായ AV സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ. നാടൻ പാട്ടുകളിലൂടെ വിദേശത്തും സ്വദേശത്തും സംഗീതാസ്വാദകരിൽ ലഹരി പടർത്തിയ ഭാര്യ രേഖയും, സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ പാട്ടിനെ കീഴടക്കിയ മകൻ അമൻ സഖിയുമാണ് പാട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങൾ. ഞങ്ങളുടേതൊരു സംഗീത കുടുംബമാണ്. ഭാര്യ രേഖ, മകൻ അമൻ സഖ. ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് ഈ സംഗീത ലോകത്ത് ജീവിക്കുന്നു. നാടൻ പാട്ട് പെർഫോമൻസിലൂടെ ഭാര്യയും, സിനിമ സംഗീതത്തിലൂടെ അമൻ സഖയും നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. റെഡ് ക്യാപ്പ് ഫോക്ക് ബാൻഡ് എന്നൊരു ട്രൂപ്പുണ്ട്. ഞാൻ മെയിനായിട്ട് നാടൻ പാട്ടാണ് പെർഫോം ചെയ്യാറ്. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വരത്തിന് ചേർന്ന, എൻ്റെ ഒരു ശബ്ദത്തിന് ചേർന്ന നാടൻ പാട്ടാണെന്നുള്ളൊരു ബോധമാണ് കേട്ടോ എന്നെ ആ വഴിയിലേക്ക് എത്തിച്ചത്. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ. പൊതുപ്രവർത്തകരായ മാതാപിതാക്കളിൽ നിന്നും സംഗീത പാരമ്പര്യം ലഭിച്ച സതീഷ് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ പൊതുവേദികളിൽ പാട്ടുപാടി ജനശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണം പൂർത്തിയാക്കി. തുടർന്ന് ജനനയന എന്ന നാടൻപാട്ട് ഗ്രൂപ്പിന്റെ സാരഥിയായി നിരവധി വേദികളിൽ തന്റെ പ്രതിഭ തെളിയിച്ചു. പൊതുപ്രവർത്തന രംഗവും സംഗീതവും ഇഴചേർന്ന യാത്രയിലാണ് ഭാര്യ രേഖയും സതീഷിന്റെ സംഗീത ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നീട് നാടൻപാട്ട് രംഗത്തെ നിറസാന്നിധ്യമായി ഈ ദമ്പതികൾ. പാരമ്പര്യത്തിന്റെ കൈവഴിയെ വന്ന മകൻ അമൻ സഖയും ചെറുപ്രായത്തിൽ തന്നെ പാട്ടുകളുമായി കൂട്ടുകൂടി. +2 പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അച്ഛന്റെ സംഗീത സംവിധാനത്തിൽ മകൻ പാടിയ ലളിതഗാനത്തിന് A ഗ്രേഡ് ലഭിച്ചത് ഏറെ ജനശ്രദ്ധയും നേടിയിരുന്നു. സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ മകന് പകർന്നു നൽകിയിരുന്നുവെങ്കിലും ശാസ്ത്രീയമായി പാട്ട് അഭ്യസിക്കാതെയാണ് അമൻ സഖ മലയാളത്തിലെ സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയിൽ താരമായി മാറിയത്. തുടർന്ന് തമിഴിലെയും റിയാലിറ്റി ഷോയിൽ തിളങ്ങി. ഈ റിയാലിറ്റി ഷോയിൽ മകന്റെ പ്രകടനം കാണാനെത്തിയ സതീഷിനെയും രേഖയെയും വിധികർത്താക്കൾ പാട്ട് പാടാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതും 3 പേരും ചേർന്ന് വേദി കൈയടക്കിയതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സമാധാന പുസ്തകം എന്ന സിനിമയിൽ ഒരു ഗാനം അമൻ സഖയുടെ ശബ്ദ സാന്നിധ്യത്തിലാണ്. തമിഴ്നാടൻ ധനുഷിന്റെ റിലീസിംഗിനൊരുങ്ങുന്ന കുബേര എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത് അഭിനയ രംഗത്തും അമൻ സഖ കയ്യൊപ്പ് ചാർത്തി കഴിഞ്ഞു. പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാം ഇനിയെന്നുമേ കുടനീർത്തിടാം. ഇപ്പോൾ റെഡ് ക്യാപ്പ് ഫോക്ക് ബാൻഡ് എന്ന നാടൻപാട്ട് ഗ്രൂപ്പിന്റെ അമരക്കാരനായ AV സതീഷിന്
പൊതുപ്രവർത്തന രംഗത്ത് തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ഗാനമേള വേദികളിലും സംഗീത അധ്യാപക രംഗത്തും ഇദ്ദേഹം നിറസാന്നിധ്യമാണ്. ഒരു സംഗീത ദിനം കൂടി കടന്നു പോകുമ്പോൾ ഒരേ വേദിയിൽ 3 പ്രതിഭകൾ ഒരുമിക്കുന്ന സംഗീത വിരുന്നിന് സാക്ഷികളാകാൻ കാത്തിരിക്കുകയാണ് സംഗീത ലോകം. രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്തികളിൽ പടർന്ന നേരം താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ടഡ്സ് കുന്നപ്പള്ളി കൊടിയേറ്റി. കൈക്കാരന്മാരായ ഡേവിസ് പുത്തൂർ, ദാസ് കുരുതുകുളങ്ങര, ജോഫി CJ എന്നിവർ നേതൃത്വം നൽകി. 29-നാണ് ഊട്ടുതിരുനാൾ. തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് 5:30 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും ഭക്ഷിക്കുകയും അവർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും പാനം ചെയ്യുക. 6 വർഷത്തിലേറെ കാലമായി പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡ് വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി വെട്ടിപ്പൊളിച്ച് ജനങ്ങളെ യാത്രാ ദുരിതത്തിലാക്കിയതിനെതിരെ BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ജാഥ നടത്തി. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നിന്ന് കരുവാങ്കുളത്തെ MLA ഓഫീസിലേക്കായിരുന്നു ജാഥ. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. നടുക്കിലൂടെ ചാല് MLAയുടെ വണ്ടിയുടെ പരിപ്പളഞ്ഞ് അതുകൊണ്ട് MLA തിരിച്ചു പോണത്. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അത് നല്ല രീതിയിൽ കൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാവരും പ്രതീക്ഷിക്കണ്ട. വെളിച്ചാകുമ്പോ നിങ്ങൾ എല്ലാവരും അറിയാം സുരേഷ് ഗോപി എവിടെയാന്നാ. 5 കൊല്ലം ജയരാം ഉണ്ടായിരുന്നു, 5 കൊല്ലം പ്രതാപം ഉണ്ടായിരുന്നു. ഒരാൾ അന്വേഷിച്ച് ചെന്നതായിട്ട് ഞങ്ങളുടെ അറിവില്ല. സുരേഷ് ഗോപി എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. ഈ മുകുന്ദനെ തന്നെ ശരിക്കും നിങ്ങൾ കാണുപോയിട്ട് ഈ MLA ഈ റോഡിന്റെ കാര്യത്തിന് വേണ്ടി എന്താ നടപ്പാക്കിയിട്ടുള്ളത്? അടിയന്തരമായി ഇതിന് പരിഹാരം കാണാൻ തയ്യാറായില്ലെങ്കിൽ MLA മുകുന്ദൻ പെരുങ്കോട്ടുകര വന്ന് ഇടതുവശം ചേർന്ന് പോകാമെന്ന് കരുതേണ്ട. MLAക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് BV വിനോബ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, ജില്ലാ സെക്രട്ടറി EP ജാൻസി, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജനറൽ സെക്രട്ടറി TG രതീഷ്, സെക്രട്ടറി NS ഉണ്ണിമോൻ, നിഷ പ്രവീൺ, NS സുഗതൻ, CR രാധിക, കവിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാതെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി റോഡ് പലതവണയാണ് വെട്ടിപ്പൊളിച്ചത്. MLAയുടെ അനാസ്ഥയാണ് ജനങ്ങളുടെ തീര ദുരിതത്തിന് കാരണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. MLA ഓഫീസിന് മുമ്പിൽ നടന്ന സമാപന യോഗത്തിൽ മേഖലാ പ്രഭാരി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു. കാറിൽ പോലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. കാലടക്കാരുടെ കാര്യം പറയാനില്ല. ഇതെന്താ വെള്ളരിക്കപട്ടണമാണോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക. കാരണം കാലങ്ങളായി ഈ ഒരു റോഡ് ഇപ്രകാരം സംസ്ഥാന പാത ഇപ്രകാരം കിടന്നിട്ട് ധാരാളം സമരപരിപാടികളും പരാതികളൊക്കെ നടന്നതിന് ശേഷവും ഇന്നും ഈ MLAക്ക് ഒരു നാണമുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ
അവസ്ഥ നമുക്ക് പല സമയങ്ങളിലും അറിയാം. ഞാനിങ്ങനെ നടക്കുന്നില്ല. ഇത്രയും നാണം കെട്ട ഒരു MLA ഈ നാട്ടിക മഠത്തെ പ്രതികരിക്കാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഹിന്ദുത്വ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ മോഡി ഭരണകൂടം പറഞ്ഞുവിട്ട ഗവർണർ അർലേക്കറുടെ നിലപാടുകൾ മതേതര കേരളം അംഗീകരിക്കുകയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗവർണർ ഭരണഘടനയെ മാനിച്ച് മതേതര കേരളത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യുദ്ധമുൾപ്പെടെയുള്ള സാർവദേശീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ദീർഘമായി ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഞാൻ മുതിരുന്നില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ റിപ്പോർട്ടിലും തുടർന്ന് നടക്കുന്ന ചർച്ചയിലും അതിന് നൽകുന്ന മറുപടിയിലുമൊക്കെ ആവശ്യമെങ്കിൽ ദീർഘമായി ആ കാര്യങ്ങൾ പ്രിയപ്പെട്ട മേൽ കമ്മിറ്റിയിലെ സഖാക്കൾ അത് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കും. യുദ്ധം ലോകത്തൊരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം. മൂന്നാമത് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിൽ അപകടകരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് നാം ആഗ്രഹിക്കുമ്പോഴും വലതുപക്ഷ തീവ്ര നിലപാടുകൾ എടുക്കുന്ന അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളുടെ ലക്ഷ്യം ലോകത്തു നടക്കുന്ന എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളെയും അരാജകത്വങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി തങ്ങളുടെ ആയുധ വ്യാപാരത്തിന് കരുത്തു പകരുകയും ചെയ്യുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. PR ഗോപിനാഥൻ സമ്മേളനത്തിൽ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ ET ടൈസൺ MLA, പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, VS സുനിൽകുമാർ, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, TK സുധീഷ്, KS ജയ എന്നിവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ET ടൈസൺ MLA, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, TN തിലകൻ എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും BA കൊച്ചുമൊയ്തീൻ, KA അഖിലേഷ്, ഗീതാ പ്രസാദ്, ഷിഹാബ് KA എന്നിവരടങ്ങിയ പ്രസിഡിയം കമ്മിറ്റിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. പ്രതിനിധി സമ്മേളനം നാളെ സമാപിക്കും. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എടത്തിരുത്തി പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. 160ഓളം പേർ കഴിയുന്ന ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് സന്ദർശനം നടത്തിയത്. എടത്തിരുത്തി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്നാണ് ചാമക്കാലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, PM അഹമ്മദ്, ഷീന വിശ്വൻ, AV സതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു തുടങ്ങിയവരും സംബന്ധിച്ചു. സമഗ്ര ശിക്ഷ കേരളയെ സംരക്ഷിക്കുക, കേരള സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, തടഞ്ഞു വച്ചിരിക്കുന്ന കേന്ദ്ര വിഹിതം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTA വലപ്പാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം, മതിലകം, BRC കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വലപ്പാട് ചന്ത പരിസരത്തെ ധർണ KSTA ജില്ലാ ട്രഷറർ T വിനോദിനിയും പെരിഞ്ഞത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T മോഹനും ഉദ്ഘാടനം ചെയ്തു. PB സജീവ്, TV ചിത്രകുമാർ, NK സുരേഷ് കുമാർ, MD ദിനകരൻ, TV വിനോദ്, TR രാകേഷ്, AB അമ്പിളി, റസിയ, ബനേഷ് എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താന്യം യൂണിറ്റ് കൺവെൻഷൻ പെരിങ്ങോട്ടുകര വിമുക്ത ഭവൻ ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. താന്യം യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി TS വിശാലാക്ഷി വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ KSSPU സംസ്ഥാന പ്രസിഡന്റ് MP ജോസിനെ ആദരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗമായി തെരഞ്ഞെടുത്ത യൂണിറ്റ് നിരീക്ഷകൻ EV ഉണ്ണികൃഷ്ണനെയും അനുമോദിച്ചു. നവാഗതരെ പരിചയപ്പെടുത്തൽ, നവാഗതർക്കുള്ള സ്വീകരണം എന്നിവ ജോസ് നിർവഹിച്ചു. രക്ഷാധികാരി PR സിദ്ധാർത്ഥൻ, ജില്ലാ കമ്മിറ്റി അംഗം TK പീതാംബരൻ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ, വൈസ് പ്രസിഡന്റ് അന്തിക്കാട് ബ്ലോക്ക് TK രാധാമണി, യൂണിറ്റ് സാംസ്കാരിക വേദി കൺവീനർ M സതീദേവി, യൂണിറ്റ് സെക്രട്ടറി രാജൻ പറയക്കാട്ട്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി VK ഉഷ എന്നിവർ സംസാരിച്ചു. ഏറെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ താന്യം യൂണിറ്റുകളുടെ അംഗങ്ങൾ ഓരോ മുഖങ്ങളും പരിചിത മുഖങ്ങളാണ്. ദീർഘനാളത്തെ പരിചയം എല്ലാവരുമായിട്ടുണ്ട്. ദീർഘകാലത്തെ സർവീസിന് ശേഷം വിരമിക്കൽ അനിവാര്യമായി വിരമിക്കലിന് ശേഷം ഏറ്റവും ശക്തമായ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയിൽ അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും
രംഗത്ത് പൊതുസേവന രംഗത്തേക്ക് ഉപയോഗപ്പെടുത്താനുള്ള മാനസികാവസ്ഥ എല്ലാവരും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ യോഗാ ദിനം ആചരിച്ചു. LP വിഭാഗം പ്രധാനാധ്യാപിക മിനി യോഗാ ദിന സന്ദേശം നൽകി. ഒരു ഭൂമിക്ക് വേണ്ടി യോഗ, ഒരു ആരോഗ്യം എന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ള യോഗാ പ്രദർശനവും നടന്നു. പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിലുള്ള ഏകത്വത്തിന് യോഗ ഗുണകരമാകുന്നു. കുട്ടികൾക്ക് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും നൽകി. SNE ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, പ്രധാനാധ്യാപകരായ സുലജ, സന്ധ്യ പ്രചോദ്, ലെനിയ അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ സേവനമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ A അബീദ, PTA പ്രസിഡന്റ് CA മുരളി, SMC ചെയർമാൻ PA കിരൺ, അധ്യാപകരായ രതീഷ് ബാബു, അലീന മാത്യു, വോളണ്ടിയർ ലീഡേഴ്സ് നിഖിത, നെൽസൺ, മാധവ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. 2024 സ്റ്റോർ കുത്തിത്തുറന്ന് 2000 രൂപ മോഷണം പോയിരുന്നു. അതിലൊന്നും നിരാശരാവാതെ വിദ്യാർത്ഥികൾ വീണ്ടും വർദ്ധിത വീര്യത്തോടെയാണ് സ്റ്റോറിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്റ്റോറിന്റെ ലാഭവിഹിതം ഒരു വിദ്യാർത്ഥിയുടെ അച്ഛന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി നൽകിയാണ് ഇവർ മാതൃക പ്രവർത്തനം കാഴ്ചവെച്ചത്. 2025 അർഹരായവരെ സഹായിക്കുന്നതിനാണ് കടയുടെ ലാഭവിഹിതം ഉപയോഗിക്കുകയെന്ന് പ്രോഗ്രാം ഓഫീസർ R രാജശ്രീ അറിയിച്ചു. പഠനത്തോടൊപ്പം സാമൂഹിക സേവനത്തിന്റെ മികച്ച മാതൃകയും സൃഷ്ടിക്കുകയാണ് കണ്ടശങ്കടവ് സ്കൂൾ NSS യൂണിറ്റ്. സഹപാഠിക്ക് കൂടൊരുക്കാനിടം എന്ന പേരിൽ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങി നൽകിയും ഈ വിദ്യാലയം മാതൃകയായിരുന്നു. NREG തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വാടനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് യൂണിയൻ ഏരിയ സെക്രട്ടറി KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഹേമലത പ്രതാപൻ അധ്യക്ഷയായി. സുരേഷ് മഠത്തിൽ, BA ഷാജുദ്ദീൻ, അബ്ദുൽ ജബ്ബാർ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KR ഹരി, ശാന്തി ഭാസി തുടങ്ങിയവർ സംസാരിച്ചു. 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ 301 തൊഴിലാളികളെ ചടങ്ങിൽ അനുമോദിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ, സെക്രട്ടറി ഹേമലത, ട്രഷറർ സീന ഹരിദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു.
വിളിച്ചു ചേർത്തുകൊണ്ട് NRG വർക്കേഴ്സ് യൂണിയൻ, നമ്മുടെ യൂണിയന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അതിൻ്റെ സംഘടനാ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കൺവെൻഷൻ നാം വിളിച്ചു ചേർത്തത്. അതോടൊപ്പം തന്നെ 100 ദിവസം പൂർത്തീകരിച്ച നിരവധി ആളുകൾ, സഖാക്കൾ, സുഹൃത്തുക്കൾ നമ്മുടെ വാടാനപ്പള്ളിയിലുണ്ട്. അവരെ എല്ലാം അനുമോദിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ പണി അല്പം കുറഞ്ഞ സമയമാണ്. നമ്മുടെ സംഘടനാ തലത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടൊരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്കുള്ളത്. വാടനപ്പള്ളി ദേശീയപാതയിൽ ഗണേശമംഗലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് പരിക്കേറ്റു. നടുവിൽക്കര സ്വദേശി കിഴക്കേപ്പാട്ട് അമൽകൃഷ്ണ, വാടനപ്പള്ളി സ്വദേശി വാദിയടുത്ത് അഭിനന്ദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ബിലീവർ ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. 2 പേരുടെയും പരിക്ക് സാരമുള്ളതല്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. നാട്ടുകാരും വാടനപ്പള്ളി പോലീസും ചേർന്നാണ് ലോറിക്കടിയിൽപ്പെട്ട ബൈക്ക് പുറത്തെടുത്തത്. വാടനപ്പള്ളി MLA വളവിന് വടക്ക് പടിഞ്ഞാറ് വശം അതിരൂക്ഷമായ രീതിയിൽ വെള്ളം കയറിയത് മൂലം ഈ പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കി. കാലവർഷ ആരംഭത്തോടു കൂടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വെള്ളപ്പൊക്ക ദുരിതം ഇവിടത്തുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 40ഓളം വീടുകളിൽ താമസിക്കുന്ന ഈ പ്രദേശത്തുകാർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുവാനോ വരുവാനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അധികാരികളോട് ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ജനരോഷം ശക്തമാണ്. വെള്ളം കയറിയത് മൂലം വളാഞ്ചേരി പീടികയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അംഗൻവാടിക്ക് പ്രവർത്തിക്കാനാകുന്നില്ല. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടനടി വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് MA മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ IP പ്രഭാകരൻ, CM രഘുനാഥ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആസഫ് അലി കിഴക്കേതിൽ എന്നിവർ ആവശ്യപ്പെട്ടു. പ്രദേശം മുഴുവൻ വെള്ളത്തിൽ, മഴ പെയ്ത അന്നു മുതൽ വെള്ളത്തിലാണ്. ഒരുപാട് നാളുകളായി കണ്ടുവരുന്ന ഈ വലിയ പ്രശ്നം, അതിനെ അഡ്രസ്സ് ചെയ്യുവാൻ ഒരു അധികൃതരും തയ്യാറാവുന്നില്ല എന്നതാണ് കഷ്ടം. ഇവിടെ ഇത്രയും 10, 35, 40ഓളം കുടുംബങ്ങൾ, അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളടക്കം വലിയ കഷ്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ പോകുവാൻ കുട്ടികൾക്ക് അസൗകര്യങ്ങൾ, മറ്റ് ജോലിക്ക് പോകുവാനും അസൗകര്യങ്ങളുള്ള ഈ സാഹചര്യം വർഷങ്ങളായി ഇവിടെ തുടർന്നു വരികയാണ്. ഒരു ദീർഘദൃഷ്ടിയോടുകൂടി പഞ്ചായത്ത് അധികൃതർ എന്തെങ്കിലും നടപടികൾ എടുക്കുന്നതായോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത് എടുത്തോണ്ടിരിക്കുന്ന ഭാഗത്ത് കൂടി തന്നെ ആദ്യകാലത്ത് വലിയൊരു തോട് ഒഴുകിയിരുന്നതാണ്. ഇതൊക്കെ വീടുകൾ വന്നപ്പോൾ ആ തോടുകളൊക്കെ അടഞ്ഞുപോയി. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ ഒരു 10-25 വർഷമായി ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട്. ആ വന്ന കാലം തൊട്ട് തന്നെ ഗംഭീരമായിട്ടുള്ള വെള്ളം, അതായത് ഏതാണ്ട് മുട്ടിന് എൻ്റെ വീടിൻ്റെ 4 ഭാഗത്തും ഇപ്പോൾ വെള്ളം. ഒരിക്കലേക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഞാനും ഭാര്യയും ആകെ ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് വീടുകളുടെ ഉള്ളിൽ ഞാനും എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. പക്ഷേ ഈ ഭാഗങ്ങളിലുള്ള ഒരുവിധം വീടുകളിലൊക്കെ ഉള്ള ആളുകൾ ബന്ധു വീട്ടിലും ബാക്കിയുള്ളവർക്കൊക്കെ താമസം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ കുട്ടികളെ പറഞ്ഞിരിക്കാനോ ബാക്കിയുള്ളതിൽ ഒന്നിനും പറ്റാത്തൊരു സംഭവം. അതായത് ഒന്നും ആരും ഇവിടെ കാര്യമായിട്ട് എത്തിച്ച് നോക്കുന്നുമില്ല. എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ ആരെങ്കിലും ഒരാൾ വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് നമ്മളോട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊരു സമാധാനമായി. LLB എൻട്രൻസ് പരീക്ഷയിൽ മണ്ണൂർ സ്വദേശി ശിവശങ്കറിന് 1ാം റാങ്ക്. 2025 മഹാരാഷ്ട്ര 5 ഇയർ LLB എൻട്രൻസ് പരീക്ഷയിൽ 99.6% മാർക്കും കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 5 വർഷ LLB എൻട്രൻസ് പരീക്ഷയിൽ 4ാം റാങ്കും BCom LLBക്ക് 7ാം റാങ്കും BBA LLBക്ക് 8ാം റാങ്കും ശിവശങ്കർ കരസ്ഥമാക്കിയിരുന്നു. മണലൂർ ആനക്കാട് ശിവശൈലം വീട്ടിൽ KSEB വെങ്കടങ്ങ് സെക്ഷൻ ഓവർസിയർ ശൈലജന്റെയും അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ സീനിയർ ക്ലർക്ക് രശ്മിയുടെയും മകനാണ്. മഴ തുടരുന്നതോടൊപ്പം പലയിടങ്ങളിൽ നിന്നായി ഒഴുക്ക് വെള്ളം കൂടി വന്നു നിറഞ്ഞതോടെ അന്തിക്കാട് കല്ലിട വഴിയും സെറ്റിൽമെന്റ് സങ്കേതം റോഡും വെള്ളത്തിലായി. കണക്കന്ത്ര ഗോപി, കോക്കാട്ട് സുരേഷ്,
പീച്ചേടത്ത് പ്രജിൽ കുമാർ, തച്ചാട്ട് കൊച്ചുണ്ണി, കുന്നത്തേതി ഇന്ദിര തുടങ്ങിയവരുടെ വീടുകളാണ് വെള്ളക്കെട്ടിലകപ്പെട്ടത്. പാറളം, ചാഴൂർ, ചേർപ്പ്, താന്യം, പുള്ള് പ്രദേശങ്ങളിൽ നിന്നുള്ള പാടശേഖരങ്ങളിൽ നിന്നും മറ്റുമുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലൂടെ ഒഴുകി മണലൂർ താഴം കോൾപ്പാടങ്ങൾ വഴി ഫേസ് കനാലിൽ എത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കാഞ്ഞാങ്കോൾ, മണലൂർ താഴം കോൾ പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊളിക്കണം. ഇരു ബണ്ടുകളും പൊളിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതാണ് അന്തിക്കാട് കല്ലിട വഴി മണലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ വെള്ളക്കെട്ടുയരാൻ കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. ഈ പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികളെടുക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകി. അന്തിക്കാട് കല്ലിട വഴിയിൽ ഇനിയും വെള്ളം ഉയർന്നാൽ ദുരിതത്തിലാകുന്ന വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തതായി അധികൃതർ അറിയിച്ചു. എടത്തിരുത്തിയിൽ കാറും പിക്കപ്പ് വാഹനവും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് വൈകിട്ട് 4 മണിയോടെ എടത്തിരുത്തി കൊപ്രക്കളത്തായിരുന്നു അപകടം. എടമുട്ടം ഭാഗത്തു നിന്ന് വന്നിരുന്ന പാഴ്സൽ സർവീസ് വാഹനവും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പാഴ്സൽ സർവീസ് വാഹനം മറിഞ്ഞു. ആമ്പല്ലൂർ, കല്ലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കാഞ്ഞാണി പെരുമ്പുഴ ചാലിന് മുകളിലെ 1-ാം നമ്പർ പാലത്തിൽ വിള്ളൽ. മരണവീട്ടിൽ ആക്രമണം നടത്തിയ യുവതികളടക്കം 3 പേർ അറസ്റ്റിൽ. വാടനപ്പള്ളി MLA വളവിന് സമീപം അതിരൂക്ഷമായ വെള്ളക്കെട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.